ഇലക്ട്രൽ ബോണ്ടും വീണ വിജയന്റെ പണം വരവിൽ എന്താണ് ബന്ധം? കഴിഞ്ഞ ദിവസം കടപ്പത്രം ഇറക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ഗവായി, ജസ്റ്റിസ് പൽക്കിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര, ഈ 5 ബെഞ്ചാണ് സുപ്രധാനമായ ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി വിധി പ്രസ്താവിച്ചത്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ നിങ്ങൾക്ക് കടപ്പത്രം ബാങ്ക് SBI ബാങ്കിൽ നിന്ന് ലഭിക്കും. ഈ കടപ്പത്രം ഓരോ മാസം ഒരു പ്രത്യേക ദിവസം ആണത് പ്രസിദ്ധീകരിക്കുന്നത്. 2017 ഒരു നിയമ ഭേദഗതിയിലാണ് രാഷ്ട്രീയ പാർട്ടിക്ക് കടപ്പത്രം വാങ്ങാം, അവർക്ക് വാങ്ങിക്കൊടുക്കാം. ആരാണ് കൊടുത്തത്, ഏത് കമ്പനിയാണ്, ഏത് വ്യക്തിയാണ്, ഒന്നും അറിയാൻ കഴിയില്ല. 2017 പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ഭേദഗതി 2018 കേന്ദ്ര ഗവൺമെന്റ് നിയമമാക്കി കഴിഞ്ഞു. അതനുസരിച്ച് കടപ്പത്രം ആർക്ക് വേണേലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും വാങ്ങിച്ചു കൊടുക്കാം. നിങ്ങളുടെ പേരറിയില്ല, നിങ്ങളുടെ കമ്പനി അറിയില്ല, നിങ്ങളുടെ കള്ളപ്പണമാണോ ഇല്ലെന്ന് അറിയില്ല. എല്ലാ ബാങ്കുകളിലും പ്രത്യേകിച്ച് SBIയിൽ പ്രത്യേക ഒരു ദിവസം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കും. ആ ദിവസം ഒരാഴ്ചത്തേന് കടപ്പത്രം വാങ്ങാം. അത് വാങ്ങി രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാം. നിങ്ങളുടെ വിവരം പുറത്തറിയില്ല. ഇന്ത്യയിലെ വലിയ പണക്കാരെല്ലാം അങ്ങനെ കൂടുതൽ കോടികൾ രൂപയുടെ കടപ്പത്രം വാങ്ങിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കും. ഓരോ സ്റ്റേറ്റിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നവർക്കും അത് അപ്രകാരം കടപ്പത്രത്തിൽ കിട്ടും. ഈ കടപ്പത്രം രാഷ്ട്രീയ പാർട്ടിക്ക് അത് പണമാക്കി മാറ്റി ബാങ്കിൽ നിന്ന് എടുക്കാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യയിലെ അങ്ങനെ കടപ്പത്രം വാങ്ങിച്ച് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചത് BJP ആണ്. 6566 കോടിയാണ് അവർ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത്. ഇതുവരെ അവർ വാങ്ങിച്ചു കൂട്ടിയത്. കോൺഗ്രസ് 1121 കോടി വാങ്ങിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 1092 വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ RLD അല്ലെങ്കിൽ തെലങ്കാന കോൺഗ്രസ്, അതുപോലെ കർണാടകയിലെ, അത് തമിഴ്നാട്ടിലെ അവിടുത്തെ ദ്രാവിഡ മുന്നേറ്റ കഴകം, ബീഹാർ, ഒറീസ, പഞ്ചാബ്, AAP, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടപ്പത്രം വാങ്ങി. പക്ഷേ CPM മാത്രം കടപ്പത്രം വാങ്ങിയില്ല. അവർ ശക്തിയുക്തം അത് എതിർത്തു. ഇത് കള്ളപ്പണമാണ്, ഇത് വാങ്ങിയത് ആരാണ് വാങ്ങിയതെന്ന് അറിയില്ല, ആർക്കാണ് കൊടുത്തതെന്ന് അറിയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ആ കടപ്പത്രം വാങ്ങില്ല എന്നൊരു പൊളിറ്റ് ബ്യൂറോ തീരുമാനമെടുത്തു. ഒരു നല്ല തീരുമാനമാണ്. അവരെ ഇപ്പം ശ്ലാഘിച്ചു സുപ്രീം കോടതി. ആ പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും, BJPയും കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യയിലെ ചെറിയ ചെറിയ പാർട്ടികൾ വരെ, അവരെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം വളരെ അധികം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അവര് സുപ്രീം കോടതിയിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റി. തങ്ങൾക്ക് ഒരു തരത്തിലും ഈ ബോണ്ട് ബാധിക്കില്ല, ബോണ്ടിന്റെ കടപ്പത്രം ഉണ്ടാക്കുന്നതൊന്നും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതായാലും കൃത്യമായ രീതിയിൽ അവർ ഇതിനകത്ത് ഉറച്ചു നിന്നു. അത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഉറച്ചു നിന്നില്ല. അങ്ങനെയെങ്കിൽ ഇതുപോലെ കള്ളപ്പണങ്ങൾ പലരെ ആളും പേരും അറിയാതെ വാങ്ങിച്ചൂട്ടിയ രാഷ്ട്രീയ പാർട്ടിക്കും വ്യത്യസ്തമായി CPM നിൽക്കണം. ആ CPMലുള്ള മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ. വീണ വിജയൻ ഇതുപോലെ കടപ്പത്രം വാങ്ങിച്ചു കൂട്ടിയതല്ല. അങ്ങനെങ്കിൽ വീണ വിജയൻ വാങ്ങിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് ബോഡിയിൽ നിന്നാണ്. അത് ഒളിച്ചും പാത്തും വായിച്ചതല്ല. അതിൻ്റെ വിവരങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അതിപ്പം വളരെയധികം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യയിലും പല കേസിലും ഒക്കെ കുരുങ്ങിപ്പോകുന്നത്. പക്ഷെ കടപ്പത്രം വാങ്ങിച്ച പോലെ അല്ല മാർക്സിസ്റ്റ് പാർട്ടി വാങ്ങിച്ചത്, അല്ലെ കടപ്പത്രം വാങ്ങിച്ച പോലെ അല്ല വീണ വിജയൻ അതിൻ്റെ അകത്ത് പണം വാങ്ങിച്ചത്. അതൊക്കെ സുതാര്യമാക്കാം, അതൊക്കെ ഓരോ കമ്പനിയിൽ നിന്നാണ്, അതേപ്പറ്റി അന്വേഷിക്കാൻ ആർക്ക് വേണേലും. പക്ഷെ കടപ്പത്രത്തിന്റെ കാര്യത്തിൽ മാത്രം അത് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ നയം
വളരെ സുപ്രധാനമായിരുന്നു. അവരതിൽ ഉറച്ചു നിന്നു. അവർ പണം സമ്പാദിക്കാൻ പോയില്ല എന്ന് പറയാം. അതേസമയത്ത് മുഖ്യമന്ത്രിയും മകളോ അല്ലെങ്കിൽ പി വി എന്ന് പറയുന്ന ആളും വാങ്ങിച്ചിരിക്കുന്ന പണങ്ങളൊക്കെ CMR നിന്നാണ്, അല്ലെങ്കിൽ KSDS ബന്ധപ്പെട്ടതാണ്. അത് വരുമ്പം കടപ്പത്രം പോലെ അത്ര ഒരു കുറ്റകരമല്ല ഇതെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് വീണ വിജയന്റെ കോടതി വിധി എന്താകും എന്നറിയാം. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വലിയ പരിക്കേൽക്കാതെ അവരവിടുന്ന് രക്ഷപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്.